ദാ ഈ ഒരു ഇഡ്ഡലി കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും പറയുമോ നമ്മൾ സാധാരണ അരിയും ഉഴുന്നും ഒക്കെ വെച്ച് അരച്ച ഇഡ്ഡലി അല്ലെന്ന്? എന്തൊരു പെർഫെക്റ്റ് ടെക്സ്ചറാണ് നോക്കിയേ. പിന്നെ ഇതിപ്പോൾ എന്താ എന്നല്ലേ ആലോചിക്കുന്നേ? അത് ഞാൻ പറയാവേ. നമ്മൾ ഉച്ചയ്ക്കൊക്കെ ചോറ് വെച്ച് കഴിഞ്ഞാലേ കുറച്ച് ചോറ് എന്തായാലും ബാക്കി വരില്ലേ? അപ്പോൾ ബാക്കി വന്ന ചോറും റവയും ഒക്കെ കൂട്ടി നമുക്കൊരു അടിപൊളി ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. അത് കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ഡിന്നറായിട്ട് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ചോറ് വെച്ചാൽ മതി. അടുത്ത ദിവസം ആ വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ രീതിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ മട്ടയരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ചോറാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും എടുക്കാം. ഇതിപ്പോൾ ഞാൻ അരിയൊക്കെ അരയ്ക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. ഇതിനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒട്ടും തരിയില്ലാതെ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അപ്പം ഞാൻ 1/4 കപ്പിനെക്കാട്ടി കുറച്ചുകൂടെ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പിനും 1/2 കപ്പിനും ഇടയ്ക്ക് വെള്ളം ആവശ്യം വരും. ഇനി ഇതിലോട്ട് നമുക്ക് റവ ചേർക്കാം. ഏത് കപ്പിലാണോ ചോറ് മെഷർ ചെയ്തെടുത്തത് ആ സെയിം കപ്പിൽ തന്നെ റവ എടുക്കുക. ഈക്വൽ മെഷർമെൻ്റ് ആണേ. അപ്പോൾ 1 കപ്പ് റവ അതിട്ട് കൊടുക്കാം. ഇനി വേണ്ടത് തൈര്. തൈര് എടുക്കുമ്പം ഒരുപാടങ്ങ് പുളിയുള്ള തൈര് എടുക്കണ്ട, അധികം പുളിയില്ലാത്ത തൈര് എടുക്കുക. 4 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തത്. ഹീപ്ഡായിട്ട് 4 ടേബിൾ സ്പൂൺ. അതുപോലെ ഒരുപാട് വെള്ളം പോലിരിക്കുന്ന തൈര് എടുക്കരുത്, അത്യാവശ്യം കട്ടിയുള്ള തൈര് എടുക്കുക. അപ്പോൾ അതും ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കണം. അപ്പോൾ വെള്ളം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനി നമ്മളൊന്ന് പൾസ് ചെയ്തെടുക്കുന്നതേ ഉള്ളേ. അതിന് മുമ്പ് നമുക്ക് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 to 3 ടൈംസ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ആ റവയുടെ തരിയൊന്നും പോകാൻ പാടില്ല. ജസ്റ്റ് എല്ലാം ഒന്ന് കമ്പൈനായി കിട്ടണം. പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ കൈ വെച്ച് തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് കൺസിസ്റ്റൻസി. ഒരുപാട് വെള്ളം പോലെ ആയി പോകരുത്. ഇനിയിപ്പോൾ നമ്മൾ അരച്ച് കഴിയുമ്പോൾ ഇച്ചിരി വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ കുറച്ച് റവ ഇട്ട് ഒരു കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുക. നമ്മൾ ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി അറിയാമല്ലോ, ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ ഒരു മാവ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വെക്കുന്നുണ്ടേ. അപ്പോൾ ഒന്ന് സെറ്റായി വരും. ഇപ്പോൾ ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെയൊക്കെ വെച്ചതിന് ശേഷം തുറന്ന് തവി വെച്ചൊന്ന് ഇളക്കി നോക്കുക. മാവ് ഒത്തിരി അങ്ങ് കട്ടി കൂടി പോയിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുക. എനിക്കിപ്പം വെള്ളത്തിനൊന്നും ആവശ്യമില്ല, കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡ ഒരു 2 നുള്ള് അല്ലെങ്കിൽ 1/4 ടീസ്പൂണിനെക്കാട്ടിലും താഴെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ മാവ് പുളിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും വെക്കുന്നില്ലല്ലോ, റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. അപ്പോൾ എന്തായാലും കുറച്ച് ബേക്കിംഗ് സോഡ ചേർക്കണം. ബേക്കിംഗ് സോഡ ഇല്ലാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇഡ്ഡലിയുടെ ടെക്സ്ചർ ശരിയാവില്ല. അപ്പോൾ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടതുപോലെ അങ്ങ് ബീറ്റ് ചെയ്ത് എടുക്കുക. അപ്പോൾ മാവ് നന്നായിട്ട് ഫ്ലഫിയായി വരും. ഇനി ഇത് നമുക്ക് ഉടനെ തന്നെ സ്റ്റീം ചെയ്തെടുക്കാം. ഇഡ്ഡലി തട്ടിൽ കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്യാം. എന്നിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാനാണ് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാരണ ഇഡ്ഡലി പാത്രം എടുത്താലും മതി. അപ്പോൾ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് അടച്ച് ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് സ്റ്റീം ചെയ്ത് എടുക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കുക. വേണ്ട, ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് പൊങ്ങി നല്ല സ്പോഞ്ചി ഒരു ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഡീമോൾഡ് ചെയ്ത് എടുക്കാം. അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി മാവോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ബാക്കി വരുന്ന ചോറ് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം ആ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഇഡ്ഡലി ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു മെഷർമെൻറ്റിൽ എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കുകയാണെങ്കിൽ നമുക്ക് 10 ഇഡ്ഡലി ഉണ്ടാക്കി എടുക്കാം. കൂടുതൽ നമ്പേഴ്സ് വേണമെങ്കിൽ നമ്മുടെ ചോറിൻ്റെ അളവും റവയുടെ അളവും ഒക്കെ കൂട്ടുക. ഇത് നമുക്ക് ചട്നിയുടെ കൂടെയും സാമ്പാറിൻ്റെ കൂടെയും ഒക്കെ സെർവ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ടൊമാറ്റോ കുറുമയാണ് ഇതിന് വേണ്ടിയിട്ട് ചെയ്തേക്കുന്നത്. ഈ ഒരു ഇഡ്ഡലി കഴിച്ചു കഴിഞ്ഞാൽ ആരും പറയത്തില്ല കേട്ടോ, ഇത് ബാക്കി വന്ന ചോറും കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഇഡ്ഡലിയാണെന്ന്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഇഡ്ഡലിയുടെ ആ ഒരു സെയിം ടേസ്റ്റാണ്. ഒട്ടും അങ്ങനെ വ്യത്യാസമില്ല. ടെക്സ്ചർ നോക്കുവാണെങ്കിലും ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ചോറൊക്കെ ബാക്കി വരുമ്പം ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇനി ഒരുപാട് ഇഷ്ടപ്പെട്ടാൽ വേണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തോ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.